ഘാനയുടെ വികസന യാത്രയിൽ ഇന്ത്യ ഒപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഘാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും ഘാനയും തമ്മിലുള്ള ബന്ധം സമഗ്രമായ ഒരു പങ്കാളിത്തത്തിന്റെ തലത്തിലേക്ക് ഉയർത്തിയതായും നരേന്ദ്രമോദി പറഞ്ഞു. ഘാന സന്ദർശനം പൂർത്തിയാക്കി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലേക്ക് പ്രധാനമന്ത്രി യാത്ര തിരിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയും ഘാനയും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യത്തിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനുമുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയും ചരിത്രപരമായ ബന്ധത്തെയും പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു. നിക്ഷേപിക്കുക മാത്രമല്ല, ശാക്തീകരിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ മന്ത്രം സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നതാണ്. ബഹിരാകാശത്തെ ഇന്ത്യയുടെ അഭിമാനകരമായ നിമിഷങ്ങളുമായി ആഫ്രിക്ക ബന്ധപ്പെട്ടിരിക്കുന്നതായും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ്. ഗ്ലോബൽ സൗത്തിനെ പരിഗണിക്കാതെ ലോകത്തിന് പുരോഗതി കൈവരിക്കാനാകില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ബഹിരാകാശ ദൗത്യത്തിന് ചിറകുകൾ നൽകി ഒരു ഇന്ത്യക്കാരൻ ഭ്രമണപഥത്തിലാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഉടൻ തന്നെ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും. 2047 സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഘാന ജനതയുടെ മുന്നിൽ താൻ നിൽക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം എന്നെന്നും നിലനിൽക്കുന്നതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.